9 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും CPMകാരും സമരം ചെയ്യും. ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ കോട്ടയം ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ PWD വകുപ്പിന്റെ മന്ത്രി. അപ്പൊ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐയും CPMും സമരം ചെയ്യട്ടെ, അല്ലാതെ നമ്മൾ എന്താ പറയാ? ഡോക്ടർ ജിൻഡോ ജോൺ, ഇത് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ദേശാഭിമാനി പത്രം ഇന്ന് എഴുതിയ എഡിറ്റോറിയലിന്റെ 2ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഈ സംഭവങ്ങളെ തുടർന്ന് മാധ്യമ പിന്തുണയോടെ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ശ്രദ്ധിച്ചാൽ 9 വർഷം മുമ്പ് ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും അംഗീകരിക്കാൻ കഴിയാത്ത അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങൾ കാണാം എന്നുള്ളതാണ്. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമാണോ നിങ്ങളുടെ പ്രതിഷേധങ്ങളിൽ കാണുന്നത്? ഇങ്ങനെ ഒരു മരണമുണ്ടായാൽ അതിന്റെ ബെനഫിറ്റ് എടുക്കുക, അതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയുമില്ല എന്നുള്ളതാണോ? ഈ മരണങ്ങളുടെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളത് ദേശാഭിമാനിയുടെ സ്വാനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കും. അത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെയൊക്കെ ഒറ്റുകൊടുത്ത് റിവാഡ ചന്ദ്രശേഖരനൊക്കെ DGP ആക്കി വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറയുന്നതായിരിക്കും. ഞങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിലെ സാധാരണക്കാരുടെ സമരത്തിനോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഉത്തരവാദിത്തരഹിതമായിട്ട് പ്രവർത്തിച്ച 2 മന്ത്രിമാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇന്നിപ്പോ VN വാസവൻ പറയുന്നത് നമ്മൾ കേട്ടു, മന്ത്രി ഉരുട്ടിയിട്ടതല്ലോ കെട്ടിടമെന്ന്. ഇത്തരത്തിലുള്ള അവജ്ഞാപരമായിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ള തമാശകൾ പറയേണ്ട സമയമല്ല ഇത്. മന്ത്രി ഉരുട്ടിയിട്ടതല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ ഉരുണ്ട് വീണതിന് ശേഷം 2 മണിക്കൂറോളം അവിടെ രക്ഷാപ്രവർത്തനം വൈകിയതിൽ VN വാസവനും വീണ ജോർജും എന്ന 2 മന്ത്രിമാർക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവരവിടെ വന്നത് രക്ഷാപ്രവർത്തനം നടത്താനോ ആ ഉരുണ്ട് വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്താനോ അല്ല. പകരം ഈ സർക്കാരിന്റെ PR തള്ളലിന് വേണ്ടിയിട്ടാണ്, കിഫ്ബിയെ കുറിച്ചിട്ട് വാഴ്ത്തുപാടൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ കെട്ടിടത്തിന്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ലല്ലോ വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിനുള്ളിൽ തെരച്ചിൽ നടത്താൻ അവർ മുൻപന്തിയിൽ നിന്ന് തെരച്ചിൽ നടത്തി ആ പെട്ടിരുന്ന ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി, ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കയ്യടി കിട്ടുമായിരുന്നു. അതിനു പകരം അവരവിടെ മൈക്കുകൾക്ക് മുമ്പിൽ, ചാനൽ മൈക്കുകളുടെ മുമ്പിൽ വന്ന് സർക്കാരിന് വേണ്ടി PR വർക്ക് നടത്തിയപ്പോൾ ഒരു പാവം പിടിച്ച വീട്ടമ്മ അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അല്ലാതെ 9 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് പറഞ്ഞു അന്ന് പിന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും CPMകാരും സമരം ചെയ്യും. ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ കോട്ടയം ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ PWD വകുപ്പിന്റെ മന്ത്രി. അപ്പൊ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐയും CPMും സമരം ചെയ്യട്ടെ, അല്ലാതെ നമ്മൾ എന്താ പറയാ? ഈ സാധാരണ മനുഷ്യർക്ക് സാമാന്യബോധം നഷ്ടപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണ CPMന്റെ നേതാക്കന്മാർക്കുണ്ട്, പാർട്ടി പത്രത്തിനും പാർട്ടി ചാനലിനുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ നിരന്തരം പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസാന ആശ്രയമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരുടെയും ആശ്രയമാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ, ഇപ്പൊ കോടീശ്വരന്മാരുടേതല്ല എങ്കിൽ പോലും സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ, അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്.